കണ്ണൂർ പിണറായി വെണ്ടുട്ടായിയിൽ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു. CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് വിപിൻ സ്ഫോടക വസ്തു കയ്യിൽ വെച്ചിരിക്കുന്ന ചിത്രം പുറത്തായി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇത് മറ്റൊരു വേർഷനൊക്കെ കൊടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അയാളുടെ കയ്യിൽ ആ ബോംബ് ഇരിക്കുന്ന ചിത്രമടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30-2 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് കണ്ണൂർ പിണറായി വെണ്ടുട്ടായി എന്ന് പറയുന്ന CPM ശക്തി കേന്ദ്രത്തിൽ അവിടെ CPM-കാരന്റെ കയ്യിലിരുന്നാണ് ഈ ബോംബ് പൊട്ടിയത്. ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അയാളുടെ വലത് കൈപ്പത്തി ചിതറിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. സജീവ CPM പ്രവർത്തകരും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വിപിൻ രാജിന്റെ കൈപ്പത്തിയാണ് ചിതറിത്തെറിച്ചത്. അയാളെ പരിക്കുകളോടെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് തൊട്ടടുത്താണ് ഈ വെണ്ടുട്ടായി എന്ന് പറയുന്ന പ്രദേശം ഇരിക്കുന്നത്. അവിടെ നേരത്തെയും പല അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്ത് തന്നെയാണ് ഇത്തരമൊരു ബോംബ് പൊട്ടി CPM പ്രവർത്തകരുടെ കൈപ്പത്തി ചിതറിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അയാൾ ഈ സ്ഫോടനം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് അയാളെടുത്തൊരു ഫോട്ടോയാണ് ഇപ്പോൾ ഈ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അയാളുടെ കയ്യിലെ സ്ഫോടക വസ്തു ഇരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇതിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. അതിനിടെ ഇത് പടക്കമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം CPM കേന്ദ്രങ്ങളിൽ നിന്ന് സജീവമായി തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ കൈപ്പത്തി ഇങ്ങനെ ചിതറിപ്പോകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ ഇത്തരമൊരു സംഭവം നടന്നു എന്നതിനാൽ അത് പാർട്ടി പ്രവർത്തകർക്കും നേതൃത്വത്തിനും ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. അത് മറച്ചുവെക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പ്രചരണം, അത് പടക്കമാണെന്നുള്ള തരത്തിലുള്ള പ്രചരണം നടത്തുന്നൊരു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പിണറായി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ആ പ്രവർത്തകന്റെ കയ്യിലിരിക്കുന്നത് ബോംബ് തന്നെയാണ് എന്നുള്ള ചിത്രമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടത്. മറ്റ് ന്യായീകരണങ്ങളൊന്നും വിലപ്പോകുന്നില്ല. പിണറായിയിൽ മുഖ്യമന്ത്രിയുടെ വീടിന് തൊട്ടടുത്താണ് ഇത്തരത്തിലൊരു ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ക്ഷീണം അത് മറച്ചുവെക്കാൻ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നിമിഷങ്ങൾ തൊട്ട് CPM കണ്ണൂരിലടക്കം പാനൂരിലടക്കം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഒരു ബോംബ് പൊട്ടി CPM പ്രവർത്തകന്റെ കൈപ്പത്തി അറ്റുപോകുന്ന വിരലുകൾ ചിതറിത്തെറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.